നമസ്കാരം. എല്ലാവർക്കും വൃന്ദ ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം. ഞാൻ ഈ വീഡിയോയിൽ പുതുവർഷം 2025 കന്നി രാശിക്കാരായ ഉത്രമുക്കാൽ, അത്തം, ചിത്തിരാര ചേരുന്ന നക്ഷത്രക്കാർക്ക് എങ്ങനെയായിരിക്കും എന്നാണ്. പുതുവർഷത്തിൽ ഗ്രഹങ്ങളെല്ലാം രാശി മാറുന്നുണ്ട്. ഗ്രഹങ്ങളുടെ സ്വാധീനം എല്ലാവരുടെ ജീവിതത്തിലും വളരെയധികം മാറ്റങ്ങളുണ്ടാക്കും. ശുഭസ്ഥാനത്ത് വരുന്ന ഗ്രഹങ്ങൾ ശുഭഫലവും ഭാഗ്യവും വർദ്ധിക്കും. ശുഭസ്ഥാനത്തല്ലാത്ത ഗ്രഹങ്ങൾ ഒരു സമ്മിശ്ര ഫലമാണ് എല്ലാവർക്കും കിട്ടുക. ആദ്യം തന്നെ പുതുവർഷത്തിലുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി പറയാം. ശനി ജനുവരി മുതൽ മാർച്ച് 29 വരെ നിങ്ങളുടെ 6ാം ഭാവത്തിലാണ്. മാർച്ച് 29 ശേഷം ശനി നിങ്ങളുടെ 7ാം ഭാവത്തിലേക്ക് രാശി മാറും. വ്യാഴം വർഷത്തിൽ 3 തവണ രാശി മാറുന്നുണ്ട്. വ്യാഴം വർഷത്തിന്റെ ആരംഭത്തിൽ ഇടവൻ രാശിയിലാണ്. അത് നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്താണ്. മെയ് 14 വ്യാഴം മിഥുന രാശിയിലേക്ക് രാശി മാറും. അപ്പോൾ നിങ്ങളുടെ 10ലേക്ക് അവന കർമ്മസ്ഥാനത്തിലേക്ക് മാറും വ്യാഴം. പിന്നെ ഒക്ടോബർ 18 മുതൽ വ്യാഴം വളരെ കുറച്ച് സമയം മാത്രം കർക്കിടകൻ രാശിയിലേക്ക് രാശി മാറും. അത് നിങ്ങളുടെ ലാഭസ്ഥാനത്താണ്. പിന്നെ നവംബർ 11 വ്യാഴം കർക്കിടകൻ രാശിയിൽ തന്നെ വക്രഗതിയിൽ പിറകോട്ട് സഞ്ചരിക്കും. എന്നിട്ട് ഡിസംബർ 5 വ്യാഴം വീണ്ടും നിങ്ങളുടെ കർമ്മസ്ഥാനത്തിലേക്ക് മാറും. പിന്നീടുള്ള ഒരു വർഷം വ്യാഴം നിങ്ങളുടെ 10ാം ഭാവത്തിലാണ്, പറഞ്ഞ കർമ്മസ്ഥാനത്താണ്. അപ്പോൾ വ്യാഴം വർഷം മുഴുവനും നിങ്ങൾക്ക് അനുകൂല ഫലങ്ങളാണ് കിട്ടുക. രാഹു വർഷാരംഭത്തിൽ നിങ്ങളുടെ 7ാം ഭാവത്തിലാണ്. മെയ് 18 ശേഷം വക്രഗതിയിൽ 6ാം ഭാവത്തിലേക്ക് രാശി മാറും. കേതു തുടക്കത്തിൽ നിങ്ങളുടെ രാശിയിൽ തന്നെയാണ്. മെയ് 18 മുതൽ കേതു വക്രഗതിയിൽ നിങ്ങളുടെ 12ാം ഭാവത്തിലേക്ക് രാശി മാറും. മറ്റെല്ലാ ഗ്രഹങ്ങളും ഇടയ്ക്കിടയ്ക്ക് രാശി മാറിക്കൊണ്ടിരിക്കും. സൂര്യദേവൻ എല്ലാ മാസവും രാശി മാറും. ബുധൻ നിങ്ങളുടെ രാശിയുടെ അധിപനാണ്. ബുധൻ നിങ്ങൾക്ക് രാജയോഗപ്രദമായ ഗുണങ്ങളാണ് പുതുവർഷത്തിൽ കിട്ടുക. 2025 പുതുവർഷം പ്രതിസന്ധികളെ, എല്ലാ തടസ്സങ്ങളെയൊക്കെ മറികടന്ന് ജീവിത വിജയം നേടാൻ പറ്റുന്ന ഒരു വർഷം തന്നെ ആയിരിക്കും. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായിട്ട് നല്ല ഉന്നതി ഉണ്ടാകും. മത്സര പരീക്ഷകളിൽ, ഇന്റർവ്യൂകളിലൊക്കെ പങ്കെടുത്ത് വിജയിക്കാൻ പറ്റും. അതുപോലെ ഇഷ്ടപ്പെട്ട വിഷയം പഠിക്കാൻ സ്വദേശത്തെ വിദേശത്തൊക്കെ ഉപരിപഠനത്തിനൊക്കെ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ അനുകൂലമാണ് 2025. തൊഴിൽപരമായിട്ട് 2025 നിങ്ങൾക്ക് പ്രശ്നങ്ങളെ മറികടന്ന് തൊഴിൽ പുരോഗതി നേടാൻ സാധിക്കും. ജോലിയിൽ പ്രൊമോഷൻ കിട്ടാൻ, അതുപോലെ പുതിയ ജോലി കിട്ടാനൊക്കെ അനുകൂലമായ വർഷമാണ്. മെയ് 14 ശേഷം നിങ്ങൾക്ക് തൊഴിൽപരമായിട്ട് മാറ്റങ്ങളുണ്ടാകും. കഠിന അധ്വാനത്തോടെ തൊഴിൽപരമായിട്ട് വിജയിക്കാൻ സാധിക്കും. ജോലി മാറാൻ, അതുപോലെ വിദേശത്ത് ജോലി കിട്ടാൻ, ജോലിയിൽ ട്രാൻസ്ഫർ കിട്ടാനൊക്കെ അനുകൂലമാണ്. ബിസിനസ് പരമായി 2025 നിങ്ങൾക്ക് ബിസിനസ്സിൽ ലാഭനഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. കൂട്ടു ബിസിനസ് ചെയ്യുന്നവർ തമ്മിൽ തെറ്റിദ്ധാരണ വരാതെ ശ്രദ്ധിക്കണം. അതുപോലെ വിദേശ ബിസിനസ്, എക്സ്പോർട്ട് ഇമ്പോർട്ട് ബിസിനസ് ചെയ്യുന്നവർ, സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നവർ, വ്യാപാരികൾക്ക്, അതുപോലെ ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ബിസിനസ്സിൽ കടം കൊടുക്കുമ്പോഴൊക്കെ നിങ്ങൾ നല്ല ശ്രദ്ധ വേണം. അതുപോലെ ബിസിനസ് വിപുലീകരിക്കാനായിട്ട് സാധിക്കും. ഒപ്പം തന്നെ നിങ്ങളുടെ ഭാഗ്യാധിപൻ ശുക്രനാണ്. ശുക്രൻ നിങ്ങൾക്ക് ബിസിനസ്സിൽ മാളവ്യയോഗ എന്ന രാജയോഗപ്രദമായ നിങ്ങൾക്ക് ഗുണങ്ങൾ കിട്ടും. ആരോഗ്യപരമായിട്ട് 2025 നിങ്ങൾക്ക് മെയ് 18 വരെ സ്വന്തം രാശിയിലുള്ള കേതു എന്തെങ്കിലും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ, ചിലർക്ക് പേടി, ടെൻഷൻ ഉണ്ടാവുക, അതുപോലെ കണ്ണ്, പല്ല് സംബന്ധിച്ച, കാൽമുട്ട് സംബന്ധിച്ച പ്രശ്നങ്ങൾ, വയറ് സംബന്ധിച്ച, അതുപോലെ തന്നെ വീഴ്ച വരാതെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. വാഹനങ്ങളൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കണം. പിന്നെ മെയ് 18 ശേഷം നിങ്ങളുടെ ആരോഗ്യം നല്ലതായിട്ട് തുടങ്ങും. സാമ്പത്തികപരമായിട്ട് 2025 നിങ്ങൾക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്, കടബാധ്യതകളൊക്കെ മാറിത്തുടങ്ങും. അതുപോലെ ഒന്നിൽ കൂടുതൽ ധനവരുമാനവും ലാഭവും ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതുപോലെ വിവാഹം, പ്രണയവിവാഹം, പുനർവിവാഹമൊക്കെ നടക്കാൻ നിങ്ങൾക്ക് 2025 അനുകൂലമായ വർഷമാണ്. ദാമ്പത്യപരമായിട്ട് മാർച്ച് 29 മുതൽ 7 ശനി നിങ്ങൾക്ക് ദാമ്പത്യത്തിൽ സമ്മിശ്ര ഫലമാണ് കിട്ടുക. പങ്കാളിയായിട്ട് കലഹം, അതുപോലെ തെറ്റിദ്ധാരണയൊക്കെ വരാതെ നിങ്ങൾ ശ്രദ്ധിക്കണം. സന്താന ഭാഗ്യം, സന്താന ഗുണം വർദ്ധിക്കും. പിന്നെ കുടുംബപരമായിട്ട് നിങ്ങൾക്ക് നല്ല അഭിവൃദ്ധി ഉണ്ടാകും. കുടുംബത്ത് സന്തോഷം, സമാധാനം ഒക്കെ നിലനിൽക്കും. യാത്രകൾ വർദ്ധിക്കും. അതുപോലെ ആരോപണങ്ങൾ, വിവാദങ്ങളിലൊക്കെ പെടാതെ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ മാർച്ച് 29 മുതൽ ശനിയാഴ്ചകളിൽ വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്നത് കൊണ്ട്, അതുപോലെ തന്നെ ശനിയാഴ്ച ശാസ്താപ്രീതി വരുത്തുന്നത് കൊണ്ട് ഒക്കെ നിങ്ങൾക്ക് ദോഷം മാറിയിട്ട് നിങ്ങൾക്ക് ഭാഗ്യവും ലാഭവും വർദ്ധിക്കും. എല്ലാ കന്യരാശിക്കാർക്കും എല്ലാവിധ ഐശ്വര്യവും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.